അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ മഗ്‌രിബോടുകൂടെ നാം ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഇന്നത്തെ മഗ്‌രിബോടുകൂടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പരിശുദ്ധമായ മുഹറം നമ്മിലേക്ക് കടന്നു വരികയാണ്. മുഹറം ഹിജ്റ വർഷത്തിലെ പ്രഥമ മാസമാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്നത്തെ മഗ്‌രിബോടുകൂടെ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. 1445 ഹിജ്റ വർഷം അവസാനിച്ച് 1446 പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നാം ഓരോരുത്തരും വളരെ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു പൂർണ്ണമായ വർഷം കഴിഞ്ഞുപോയി, ഒരു പുതിയ വർഷം കടന്നു വരികയാണ്. ഈ സമയത്ത് നാം ഒക്കെ നമ്മുടെ സ്വയം ശരീരത്തോട് നാം ഒന്ന് വിചാരണ ചെയ്യണം. ഹസിബു ഖബ്ല അൻ തുഹസബു. നിങ്ങളെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നൊക്കെ ഒന്ന് വിലയിരുത്തുക. കഴിഞ്ഞ ഒരു വർഷക്കാലം ഖബറിന് വേണ്ടി, പരലോക ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചോ എന്ന് ഓരോരുത്തരും വിലയിരുത്തേണ്ട സമയമാണ് പുതുവർഷം ആരംഭിക്കുന്ന സമയം. ഈ സമയത്ത് തെറ്റുകളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്തുകൊണ്ട് പുതുവർഷത്തെ സ്വീകരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം അള്ളാഹുവിൻ്റെ മാസമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച മാസമാണ്. മുഹറം 10 ദിവസം നോമ്പെടുക്കൽ വലിയ മഹത്വമുള്ള സുന്നത്താണ്. പ്രത്യേകിച്ച് ആഷൂറ ദിനത്തിൽ മുഹറം 10 പ്രത്യേകമായി നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പാണതെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആഷൂറ ദിനമെന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള, ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായ ദിവസമാണ്. ഒരുപാട് ചരിത്രങ്ങൾ അഴിവിറക്കുന്ന ഒരു ദിനമാണ് ആഷൂറ ദിനം. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം, 10ഓളം നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ദിവസമാണ് മുഹറം 10. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ സഹായിക്കുകയും അവിടുത്തെ കഠിന ശത്രുവായിരുന്ന ഫറോവയെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ് മുഹറം 10. അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജലപ്രളയമുണ്ടായപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമും അനുയായികളും കപ്പൽ നിർമ്മിച്ച് ആ കപ്പലിൽ യാത്ര ചെയ്ത് വെള്ളമെല്ലാം ഇറങ്ങി ജൂദി പർവ്വതത്തിൽ ആ കപ്പൽ നങ്കൂരമിട്ടത് മുഹറം 10 മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, നമുക്കറിയാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലിയപ്പോൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതും പരിശുദ്ധമായ മുഹറം 10. അതുപോലെ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു തൗബ സ്വീകരിച്ചത് മുഹറം 10. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വന്തം സഹോദരന്മാർ അസൂയയുടെ പേരിൽ
സ്വന്തം സഹോദരന്മാർ തന്നെ കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ട സംഭവം പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയതാണ്. ആ കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പുറത്തെടുത്തത് മുഹറം 10-നാണ്. അതുപോലെ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത് മുഹറം 10-നാണ്. അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത് മുഹറം 10-നാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് മുഹറം 10-നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാത്തതിൻ്റെ പേരിൽ, അവിടുത്തെ വേർപാടിൻ്റെ പേരിൽ കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. പരിശുദ്ധ ഖുർആൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇദ്ഹബൂ ബി ഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറ. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു കുപ്പായം കൊടുത്തിട്ട് പറയുന്നു, ഈ കുപ്പായം നിങ്ങൾ ഉപ്പയുടെ മുഖത്ത് കൊണ്ടുപോയിടുക, ഉപ്പാക്ക് കാഴ്ച തിരിച്ചു കിട്ടും. അങ്ങനെ ഖമീസ് ഇട്ടപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻകഴിഞ്ഞതും വരാൻ പോകുന്നതുമായ എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ലഭിച്ചത്, അവിടുത്തെ മഅസൂമാക്കിയത്, പാപസുരക്ഷിതമാക്കിയത് ഈ മുഹറം 10-നാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ദിനമാണ് മുഹറം 10. അന്ന് പ്രത്യേകമായി നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ മുഹറം 9-നും നോമ്പെടുക്കൽ സുന്നത്തുണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ മുഹറം 9-നും കൂടി നോമ്പെടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുഹറം വരുന്നതിന് മുമ്പ് അവിടുന്ന് വഫാത്തായി. അതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ജൂതന്മാരോട് എതിരാവലാണ്. ജൂതന്മാർ വഴിപിഴച്ച ആളുകളാണ്. അവർ മുഹറം 10-ന് നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോലെ മുസ്ലിമീങ്ങൾ ഒരിക്കലും ആയിക്കൂടാ. ജൂതന്മാരോട് എതിരാകണം. അതിനു വേണ്ടിയാണ് മുഹറം 9-നും 10-നും നോമ്പെടുക്കണമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മുഹറം 9-ഉം 10-ഉം. ആ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക. അതുപോലെ കുടുംബങ്ങൾക്ക് നല്ല വിശാലമായ ഭക്ഷണം പദാർത്ഥങ്ങൾ നൽകുക എന്നതൊക്കെ വളരെ മഹത്വമുള്ളതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.